ഈ മന്ത്രം ഉച്ചരിച്ചാൽ തന്നെ വിദ്യ, സാംസ്കാരിക വളർച്ച, മനസ്സിൻ്റെ തിളക്കം, സരസ്വതി കടാക്ഷം എന്നിവ വർദ്ധിക്കും. ഇത് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മന്ത്രം ഏതാണെന്ന് നോക്കാം. ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് എത്ര പഠിക്കാത്ത കുട്ടികളാണെങ്കിലും അവർക്ക് പഠിക്കുന്നതിനുള്ള ഒരു ഉണർവ്, ഒരു ആവേശം കുട്ടികളിൽ ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പരീക്ഷാ സമയത്ത് എല്ലാ കുട്ടികൾക്കും ഈ മന്ത്രം ജപിക്കുന്നതിനുള്ള ഒരു കഴിവ് കിട്ടട്ടെ എന്ന് ഞാൻ സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മന്ത്രം നമുക്ക് നോക്കാം. മന്ത്രം ഇതാണ് സ്ക്രീനിൽ കാണുന്നതോടെ: ഓം നമോ ഭഗവതി ശ്രീ മഹാസരസ്വതി ഹ്രീം ഹ്രീം തത് സ്വാഹ. അപ്പോൾ ഇതാണ് സരസ്വതിയുടെ മന്ത്രം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് നോക്കാം. മഹാസരസ്വതി ദേവിയെ സ്തുതിക്കുന്ന ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഓം, സകല മന്ത്രങ്ങളുടെയും ആദിനാഥം, സർവവിശ്വത്തെയും സംരക്ഷിക്കുന്ന പരമശക്തി എന്നാണ് ഓം എന്ന നാമത്തിൻ്റെ അർത്ഥം. നമോ, ഞാൻ പ്രണാമം ചെയ്യുന്നു, നമസ്കരിക്കുന്നു. ഭഗവതി എന്ന് പറയുന്നത് ദേവീയ ശക്തിയുള്ള ആ പരമദേവിയെയാണ്. ശ്രീ മഹാസരസ്വതി, വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയുമായ ആ മഹാദേവി. ഹ്രീം ഹ്രീം, സരസ്വതി ദേവിയുടെ ബീജമന്ത്രമാണ് ഹ്രീം ഹ്രീം. മനസ്സിൻ്റെ ഉണർവിനും ആത്മജ്ഞാനത്തിനുള്ള ശക്തിയും ഏകുന്നു. തഥ എന്ന് പറഞ്ഞാൽ ഈ ശബ്ദം ആത്മീയ ചൈതന്യത്തിൻ്റെയും വിദ്യയുടെയും ശുദ്ധീകരണത്തിൻ്റെ സൂചകമായിട്ടാണ് ഈ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വാഹ എന്ന് പറഞ്ഞാൽ ഈ ശക്തിയെ ആഹ്വാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ദിവ്യമായ ഉച്ചാരണം സ്വാഹ. അപ്പോൾ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് കഴിയുമെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് വെളുപ്പിന് 4-നും 6-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3:30-ക്ക് എണീക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആ സമയത്ത് എണീറ്റ് ചൊല്ലുന്നത് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ആ സമയം നമ്മുടെ മൈൻഡ് കാമായിട്ടിരിക്കുന്നു, നമ്മളിൽ ഫുള്ള് പ്യുവറായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകുന്നു. അതുമല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല ക്ലീനായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താഴെ എന്തെങ്കിലും മാറ്റ് എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ ജപിക്കാൻ പറ്റത്തില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അപ്പോൾ ഈവനിങ്, അത് ത്രിസന്ധ്യാ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഫുൾ മൂൺ ഡേ, പിന്നെ പൗർണമിയുടെ ഡേയും പിന്നെ വ്യാഴാഴ്ച തേഴ്സ്ഡേയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം? കുറഞ്ഞത് ഒരു 11, 21, 51 അല്ലെങ്കിൽ 108 പ്രാവശ്യം റെഗുലറായിട്ട് ഡെയിലി ചെയ്യുന്നവർക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഉള്ളവരാണെങ്കിൽ 108 പ്രാവശ്യം 40 ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. ആ മന്ത്രത്തിൻ്റെ സിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വസന്ത പഞ്ചമിക്കോ ഗുരുപൂർണിമ ദിവസവും നിങ്ങൾക്ക് 1008 തവണ, ഇത് സ്പെഷ്യൽ ഒക്കേഷനുള്ള സമയത്ത് 1008 തവണ നിങ്ങൾക്ക് ഇത് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ശുദ്ധീകരിച്ച്, നിങ്ങൾക്ക് ഇപ്പം ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൈയും കാലുമൊക്കെ കഴുകിയതിന് ശേഷം ചെയ്യാം. രാവിലെ വൈകിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് ക്ലീനായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഡ്രസ്സ് വൈറ്റോ യെല്ലോ കളർ ആകാം. ഓക്കെ, അപ്പം ക്ലീനായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു വിശ്രമിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, താഴെ ശമ്പളം പടഞ്ഞിരുന്നു നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ജപമാല ഉപയോഗിച്ചും രുദ്രാക്ഷത്തിൻ്റെയോ ക്രിസ്റ്റലിൻ്റെയോ തുളസിയുടെ മാല ഉപയോഗിച്ചും നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ്. പിന്നെ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ഫേസ് നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് ആയിരിക്കണം.
അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് ഈ മന്ത്രം ജപിക്കുമ്പോൾ സരസ്വതി ദേവിയുടെ ആ ഒരു മുഖം, ആ ഒരു ഫോട്ടോയിൽ നിങ്ങളുടെ ധ്യാനം നിങ്ങൾ ചെയ്യാവുന്നതാണ്. മന്ത്രം ജപിക്കുമ്പോഴേക്കും അതിൻ്റെ വേർഡ്സൊക്കെ നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ ഇത് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല. വെജിറ്റേറിയൻ ആയിട്ടിരുന്നു കൊണ്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഈ മന്ത്രം ഉപയോഗപ്പെടട്ടെ ഈ പരീക്ഷാ സമയത്ത്. അപ്പോൾ എല്ലാവരും ജപിക്കുക. എല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ബ്ലെസ്ഡ്.